എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കോൺസ്റ്റിറ്റ്യൂഷന്റെയും കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, 10 ഡേയ്സിന്റെ ലൈവ് ക്ലാസ്. ഇനി ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഗ്രാമർ, വൊക്കാബുലറി ഇതെല്ലാം നമ്മൾ പറ്റുന്ന രീതിയിൽ ചെറിയ മെമ്മറി ട്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. 10 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 199 റുപ്പീസ് ആണ്. അതേപോലെ തന്നെ 3 മന്ത്സ് വാലിഡിറ്റി. 3 മന്ത്സ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 മാസം വരെ ഇതിനകത്തുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബിന്റെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ മതി. അപ്പൊ അതിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അതേപോലെ തന്നെ മിഷൻ LDC നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, LDCയുടെ കോഴ്സ് ആണ്. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ്, കോൺസ്റ്റിറ്റ്യൂഷൻ, മലയാളം ഇത് മൂന്നും കൂടിയിട്ടുള്ള കോഴ്സിന്റെ പ്രൈസ് ആണ് 999 റുപ്പീസ് കേട്ടോ. ഇതിൽ ഇംഗ്ലീഷ് എടുക്കുന്നത് ഞാനാണ്, മലയാളം എടുക്കുന്നത് വിവസ് സാറും, അതുപോലെ തന്നെ കാവ്യ മിസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്. 1 ഇയർ ആണ് വാലിഡിറ്റി കിട്ടുന്നത്. 1 ഇയർ എന്ന് പറഞ്ഞാൽ അതിലെ കണ്ടന്റ് നിങ്ങൾക്ക് 1 ഇയർ വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വേഗം തന്നെ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നോക്കുക, ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുവഴി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗലിക കടമകൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മൾ സിലബസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു രാജ്യത്തിനോട് ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കടമകളെയാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് വിളിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ ആദ്യം നമ്മൾ പഠിച്ച 22 ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ 22 ഭാഗങ്ങളിലൊന്നും ഈ മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഇല്ലായിരുന്നു. പിന്നീട് 1976 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ എന്ന് പറഞ്ഞൊരു ഭാഗം ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. അതായത് പൗരന്മാര് രാഷ്ട്രത്തോട് ചെയ്യേണ്ട കടമകളാണെന്ത് മൗലിക കടമകൾ എന്ന് പറയുന്നത്. നോക്കാം, ആദ്യം നമുക്ക് SCERTയിലേക്ക് പോവാം. ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, പിന്നീടാണ് കൂട്ടിച്ചേർത്തത്. അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകളില്ല. അപ്പം ഭാഗം 4നും ഭാഗം 5നും ഇടയ്ക്കായിട്ട് ഭാഗം 4A മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. പിന്നെ അവിടെ കുറെ എക്സാമ്പിൾ ആണ് പറയുന്നത്. എന്തൊക്കെയാ മൗലിക കടമയിൽ വരുന്ന? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടതിന്, അല്ലെ, ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഈ കടമകൾ ചെയ്യേണ്ടത് ആരാ? പൗരന്മാരാണ്. അപ്പൊ വിദേശീയർ ചെയ്യേണ്ട കടമകൾ അല്ലെ അങ്ങനെ പറയുന്നില്ല. മൗലിക അവകാശങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ചിലത് ആർക്കും കൂടെ പറയുന്നുണ്ട്, വിദേശ പൗരന്മാർക്കും ഉണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതല്ല മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാര് തന്റെ രാജ്യത്തിനോട് ചെയ്യേണ്ട കടമകളാണ്. അതുപോലെ ഇവിടെ നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ രാഷ്ട്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവകാശങ്ങൾ തരുന്നുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് രാഷ്ട്രത്തിനോട് എന്ത് ചെയ്യണം? കടമകൾ ചെയ്യണം. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടത്, പിന്നെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സഹായമാവേണ്ടത് ഒക്കെ നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് ഇതെല്ലാം മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണ്. നമുക്കൊരു സിവിക് സെൻസ് അല്ലെ, ഒരു സിവിക് ഡ്യൂട്ടി ഉണ്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ രാജ്യത്തിനോട് ചെയ്യേണ്ടത്. അതാണ് ഈ മൗലിക കടമകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഭരണഘടനയിൽ എടുത്തു പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 51A ആണ്. ഭാഗം 4 എന്തിനെ കുറിച്ചാ പറയുന്നത്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാ. ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഭാഗം 5 യൂണിയനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് എന്ത് കൂട്ടിച്ചേർത്തേ? ഭാഗം 4A കൂട്ടിച്ചേർത്തേ. അപ്പൊ ആർട്ടിക്കിൾ ഏതാ? 51A. ഒരിക്കലും മാറിപ്പോരുതേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞു തന്നത്. ആർട്ടിക്കിൾ 51A. ഈ ഒരു മൗലിക കടമകൾ എന്ന് പറഞ്ഞ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ അധികവും ഓപ്ഷനിൽ റഷ്യ എന്നുണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കടമെടുത്ത ആശയങ്ങൾ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. USSR എന്നൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ഇനി ഈ മൗലിക കടമകൾ ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. കാരണം ഈ 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത്. 42-ാം ഭേദഗതി ശുപാർശ ചെയ്തിട്ടുള്ള റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ അടുത്തൊരു എക്സാമിന് സർക്കാരിയ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പാസ്സാക്കിയതപ്പോഴാണ് 1976 എന്ത് ചെയ്യുന്നത്? ഈ 42-ാം ഭേദഗതി പാസ്സാക്കുന്നത്. അപ്പൊ ഈ 42-ാം ഭേദഗതിയിലൂടെ കടമകൾ, അതായത് മൗലിക കടമകൾ എന്നൊരു ഭാഗം ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഈ ഭേദഗതി നിലവിൽ വന്നത് 1977 അടുത്ത വർഷം ജനുവരി 3-നാണ്.
പാസ്സാക്കുന്ന സമയത്ത് 76 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ആ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥന്റെ സമയമാണ്. ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. രാഷ്ട്രപതി 42ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇതെല്ലാം ചോദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഒപ്പുവെച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധി എന്നുള്ള അത്യാവശ്യം ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിലവിൽ വന്ന വർഷം നോക്കണം 1977 ജനുവരി 3. ഈ 42ാം ഭേദഗതിയിലൂടെ 10 കടമകളാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എത്ര കടമകളാണ് ആദ്യം കൂട്ടിച്ചേർത്തിട്ടുള്ളത്? 10 കടമകൾ. അപ്പൊ 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ കടമകളില്ല. 1976 42ാം ഭേദഗതിയിലൂടെ എത്ര കടമകൾ കൂട്ടിച്ചേർത്തു? 10 കടമകൾ കൂട്ടിച്ചേർത്തു. നിലവിൽ എത്ര കടമകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 11 കടമകളാണുള്ളത്. അതായത് 2002 86ാം ഭേദഗതിയിലൂടെ 11ാം കടമ കൂട്ടിച്ചേർത്തു. ഒരു കടമയും കൂടെ കൂട്ടിച്ചേർത്തു. നിലവിൽ എത്ര കടമകളാണുള്ളത്? 11 കടമകളാണ്. ഒന്നുകൂടെ പറയാം, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് കടമകളൊന്നുമില്ല. ഭാഗം 4A ഇല്ല. ഭാഗം 4A കൂട്ടിച്ചേർക്കുന്നത് 42ാം ഭേദഗതിയിലൂടെയാണ്. 1976 മൗലിക കടമകൾ 10 കൂട്ടിച്ചേർത്തു. അത് കഴിഞ്ഞ് 2002 86ാം ഭേദഗതിയിലൂടെ ഒരു കടമയും കൂടെ കൂട്ടിച്ചേർത്തു. നിലവിൽ മൗലിക കടമകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 11. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുമ്പോൾ 10 കടമകളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ 11 കടമകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ ഇങ്ങനെയും വരും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്: മൗലിക കടമകളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലിക അവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് നോക്കിയേ, മൗലിക കടമകളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലിക അവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവകാശങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ കടമകൾ നമ്മൾ ചെയ്യണമെന്ന് ഭരണഘടന നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? കടമകൾ ചെയ്താലേ അവകാശങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചു തരുള്ളൂ എന്ന് ഭരണഘടന പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കടമകൾ ചേർത്തത് വഴി അവകാശങ്ങളുടെ പദവിക്കോ ഒരു മാറ്റവും ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു 42ാം ഭേദഗതിയിൽ 10 പിന്നീട് 11ാം കടമ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 86ാം ഭേദഗതി. എന്താ ഈ 11ാം കടമ പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ആരുടെ കടമയായി? രക്ഷകർത്താക്കളുടെ കടമയായി. അതായത് തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണതയിലുള്ള കുട്ടിക്കോ വിദ്യാഭ്യാസം കൊടുക്കണം. നിലവിൽ എത്ര കടമകൾ ചോദിച്ചാൽ 11. ശരിക്കും പറഞ്ഞാൽ ഇത്ര മാത്രം പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമായിരുന്നു മൗലിക കടമകൾ എന്ന് പറയുന്നത്. പക്ഷെ നിലവിൽ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല. എന്തൊക്കെയാണ് കടമകൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കടമകളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, നോക്കാം. ഇനി സവിശേഷതകൾ പറയുന്ന മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യൻ പൗരന്മാർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിദേശ പൗരന്മാർ ചെയ്യണം എന്നുള്ള ഭരണഘടനയിൽ പറയുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇതെന്തല്ല? ന്യായവാദർഹമല്ല. നിങ്ങളിപ്പോൾ ഒരു മൗലിക കടമയിൽ പറഞ്ഞൊരു കാര്യം ചെയ്തില്ല എന്ന് വെച്ചിട്ട് വേറൊരു വ്യക്തിക്ക് കോടതിയിൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കോടതിയിൽ ഇതിന് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഇതിനെതിരെ വാദിക്കാനോ ഒന്നും അവകാശം പറയുന്നില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഇതിൽ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ നിയമം വഴി ഗവൺമെന്റ് നടപ്പിലാക്കിയതായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ദേശീയ പതാകേനെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നതും ദേശീയ ഗാനം ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നതും മൗലിക കടമയാണ്. എന്നാൽ ദേശീയ പതാകേനെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 2002 ഫ്ലാഗ് കോഡ് നിയമം. ആ നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പതാകയെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലെ. പതാക നിർമ്മിക്കുന്ന സമയത്ത് എത്ര അളവിൽ നിർമ്മിക്കാം, സ്റ്റാൻഡേർഡ് അളവുകൾ ഏതാണ്, പ്രൊപ്പോർഷൻ എത്രയാണ്, ഇതൊക്കെ ആ നിയമത്തിലാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് മൗലിക കടമകൾ ന്യായവാദർഹമല്ല. ചിലപ്പോൾ ഈ മൗലിക കടമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിയമമായിട്ട് പാസ്സാക്കിയിട്ടുണ്ടാവും. ദേശീയ പതാകേനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ എന്ത് വരും? കേസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അതിനുവേണ്ടി പ്രത്യേക നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് പണിഷബിൾ ആയിട്ടുള്ളൊരു ഓഫൻസ് ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പൊ മൗലിക കടമകൾ ഒരിക്കലും എന്തല്ല? ന്യായവാദർഹമല്ല. എന്നാൽ മൗലിക കടമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങാനും നിയമമായിട്ട് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം വഴി നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ നിയമം കോടതിയിൽ ന്യായവാദർഹമായിരിക്കും. മനസ്സിലായില്ലേ? അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മൗലിക കടമകൾ ന്യായവാദർഹമല്ല. അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, കടമകൾ ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ 51A ആണെന്ന് പറഞ്ഞു. അതിൽ ക്ലോസ് എ മുതൽ 11 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാമല്ലോ അല്ലെ. ക്ലോസ് കെ വരെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 51A ക്ലോസ് എ പറയുന്നത്
ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യടാ. ഭരണഘടനയനുസരിക്കുക, ദേശീയ ഗാനം, ഗീതം, ചിഹ്നം, പിന്നെ അതേപോലെയുള്ള ദേശീയ, നമ്മൾ ഓരോന്നും പറയുന്നില്ലേ, ദേശീയ പക്ഷി, ദേശീയ മൃഗം, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് 51A ക്ലോസ് എയിൽ പറയുന്നത്. 51A ക്ലോസ് ബി പറയുന്നത് നമ്മുടെ ദേശീയ സമരം. എന്താ ഉദ്ദേശിക്കുന്നത് ദേശീയ സമരം കൊണ്ട്? സ്വാതന്ത്ര്യ സമരം. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ എന്ത് ചെയ്യുക, പിന്തുടരുക, അത് ബഹുമാനിക്കുക, ആ ആശയങ്ങൾ ആദരിക്കുക, അഹിംസ പോലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുക. അതാണ് ഇതിൽ പറയുന്നത് 51A ക്ലോസ് ബിയിൽ പറയുന്നത്. അപ്പൊ എ എന്തായിരുന്നു പറയുന്നത്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. എന്താ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം? ഭരണഘടനയിലനുസരിക്കുക, ദേശീയ ഗാനം, ഗീതം, ചിഹ്നം, അതുപോലുള്ള ദേശീയ ചിഹ്നങ്ങൾ, ഇതിനൊക്കെ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. ഓക്കെ. ബി പറയുന്നതോ ദേശീയ സമരത്തിന്റെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ പിന്തുടരുക. സി പറയുന്നത് മൂന്നാമത്തെ കടമയല്ലേ? മൂന്നാമത്തെ കടമ പറയുന്ന 3 കാര്യങ്ങളാണെന്ന് ആലോചിച്ച് വെക്കുക. രാജ്യത്തിന്റെ പരമാധികാരം, പിന്നെ ഐക്യം, പിന്നെ അഖണ്ഡത. പരമാധികാരം, ഐക്യം, അഖണ്ഡത, ഇത് മൂന്നാമത്തെ കടമ 3 കാര്യങ്ങൾ. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? പരമാധികാരം, ഐക്യം, അഖണ്ഡത. പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മളത് അല്ലേ? അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത. ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഇതാണ് നമുക്ക് ഉള്ളത്. ടോപ്പോഗ്രഫി ഒക്കെ വളരെയധികം ഡിഫറെൻ്റ് ആണ്. അത് മാറുന്നതിനനുസരിച്ച് അവിടെ ആളുകളുടെ ഭക്ഷണ രീതിയും ജീവിത രീതിയും ഭാഷയും അവിടുത്തെ കാസ്റ്റും സിസ്റ്റവും അല്ലെ, അവരുടെ ഒരു സൊസൈറ്റി സെറ്റപ്പ് എല്ലാം എന്ത് ചെയ്യാണ്, മാറുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് വേറൊരു സംസ്ഥാനത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമയത്ത് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്താലേ നമ്മളുള്ളൂ. നമ്മളെന്ന് പറയുന്നത് തന്നെ, ഇന്ത്യക്കാരെന്ന് പറയുന്നത് തന്നെ എന്താണ്? വൈവിധ്യമാണ്. അത് പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് നമ്മളെ ഐക്യം, നമ്മുടെ അഖണ്ഡത, പിന്നെ നമ്മുടെ പരമാധികാരം, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിക്കൊണ്ടാണ് ഇതിൽ പറയുന്നത്. സി, മൂന്നാമത്തെ കടമ 3 കാര്യങ്ങൾ. എന്തൊക്കെയാ? പരമാധികാരം, ഐക്യം, അഖണ്ഡത. ക്ലിയർ അല്ലേ? ഇനി ഡി, 51A ക്ലോസ് ഡി പറയുന്നത് ഡി ഫോർ ഡെഡിക്കേഷൻ എന്നൊക്കെ ഓർമ്മിച്ച് വയ്ക്കുക. ഡി ഫോർ ഡെഡിക്കേഷൻ കേട്ടോ. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ത്? നമ്മളെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ സേവനങ്ങൾ. ഇപ്പം പല പ്രശ്നങ്ങളും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണോ? ഇത് രാജ്യത്തിൻ്റെ കടമയാണ്, അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്, ഗവൺമെൻറ് പൈസ ഇറക്കിയിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ 2018 പ്രളയം, ആ ടൈമിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പം മുണ്ടക്കൈ ദുരന്തം വന്ന സമയത്തും ഒക്കെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണോ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത് രാജ്യ സേവനം ചെയ്യുക, രാജ്യത്തിനെ സേവിക്കുക. അതാണ് ഡിയിൽ പറയുന്നത്. ഡി ഫോർ ഡെഡിക്കേഷൻ, സേവിക്കുക. ഓക്കെ. 51A ക്ലോസ് ഇ പറയുന്നത് വൈവിധ്യങ്ങൾ സംരക്ഷിക്കുക. ഇന്ത്യയിൽ ഇത്രയും വൈവിധ്യമായിട്ടുള്ള ഒരു സമൂഹമാണുള്ളത്, അത് പ്രൊട്ടക്ട് ചെയ്യുക, ആളുകൾക്കിടയിൽ സൗഹാർദ്ദം വളർത്തുക. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങളൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനായിട്ടുള്ള നിയമവും പാസ്സാക്കിയിട്ടുണ്ട് അല്ലെ? സ്ത്രീധന നിരോധന നിയമമുണ്ട്. സദ്യയൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തലാക്കിയിട്ടുണ്ട്. അതുപോലെയുള്ള കുറേ ബാല്യവിവാഹം, പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ കുറേ നിയമങ്ങൾ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 51A ക്ലോസ് ഇയിൽ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താടാ പറയുന്നത്? വൈവിധ്യങ്ങൾ സംരക്ഷിക്കുക. അതുകൂടാതെ എന്തുണ്ട്? സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ ഒഴിവാക്കുക. ആക്ച്വലി ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ത്രീകളിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ PSCയുടെ ആൻസർ കീ പ്രകാരം അവിടെ എന്തും കൂടെ കൊടുക്കുന്നുണ്ട്, അവർ കുട്ടികളിലും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വയ്ക്കുമ്പോൾ PSC എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് പഠിച്ചു വയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. 51A ക്ലോസ് എ പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ഗീതം, ചിഹ്നങ്ങളൊക്കെ ബഹുമാനിക്കുക. ബി പറയുന്നത് ദേശീയ സമരത്തിന്റെ ആശയങ്ങളൊക്കെ പിന്തുടരുക. സി, മൂന്നാമത്തെ കടമയല്ലേ? 3 കാര്യങ്ങൾ: പരമാധികാരം, ഐക്യം, അഖണ്ഡത. ഡി ഫോർ ഡെഡിക്കേഷൻ, സേവനം ചെയ്യുക. പിന്നെ ഈ പറയുന്നത് വൈവിധ്യങ്ങൾ അല്ലെ, വൈവിധ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. അതുകൂടാതെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ ഒഴിവാക്കുക. എഫ് പറയുന്നത് നമ്മുടെ സംസ്കാരം, കൾച്ചർ, സംസ്കാരം സംരക്ഷിക്കുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്. 51A ക്ലോസ് എഫ്, സംസ്കാരം സംരക്ഷിക്കുക. ഓക്കെ, അത് ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ
EF കഴിഞ്ഞ് G പറയുന്നത്, G ഫോർ ഗ്രീൻ എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഗ്രീൻ, വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 51A ക്ലോസ് G. എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തേ? G ഫോർ ഗ്രീൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഓക്കെ. പിന്നെ H പറയുന്നതോ? H ഫോർ ഹൈറ്റ് എന്ന് ആലോചിക്കാം. ഹൈറ്റ്, നമ്മൾ ഉയരത്തിലെത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ഉയരത്തിലെത്തിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതി അല്ലേ? ഇപ്പം അപ്പോൾ ചാന്ദ്രയാൻ 3 ഒരാളുടെ ഒരു മനസ്സിൽ ഉദിച്ചു വന്ന ഒരു ഐഡിയ ആണെങ്കിൽ പോലും നാളെ അത് നടപ്പിലാകുന്ന സമയത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് എങ്ങനെയാ? ഇന്ത്യ അല്ലെ? ഇന്ത്യ ചെയ്തു എന്നുള്ള പേരിലാണ്. അപ്പോൾ ഓരോ വ്യക്തിയും അവരവരുടെ ശാസ്ത്രീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് വഴി രാജ്യത്തിനാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? രാജ്യത്തിനെ ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, മാനവികത, ഹ്യൂമാനിറ്റി, അന്വേഷിക്കാനും പരിഷ്കരണത്തിനൊക്കെ ഉള്ള ഒരു മനോഭാവം, ഇതെന്ത് ചെയ്യുക? വളർത്തിയെടുക്കുക. ഇതാണ് 51A ക്ലോസ് H പറയുന്നത്. H ഫോർ ഹൈറ്റ്, ഉയരത്തിലെത്തിക്കുന്ന കാര്യങ്ങളാണ് H പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ I പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുക, ആക്രമണം ഉപേക്ഷിക്കുക. പൊതുമുതൽ സംരക്ഷിക്കാൻ പറയുന്ന ആർട്ടിക്കിളാണ് 51A ക്ലോസ് I. ഇപ്പം വേണമെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിച്ച് വെച്ചോ, 9 കടമകളായി, അന്ന് അവർ 10 കടമകളായിരുന്നു കൂട്ടിച്ചേർത്തേ. 10ാമതായിട്ട് ഇവർ എന്ത് ചെയ്തു? 10ാമതൊരു നമ്പറായിട്ട് ഇവർ കൂട്ടിച്ചേർത്തു. എല്ലാ മേഖലയിലും മികവ് കാട്ടി എന്ത് ചെയ്യുക? രാജ്യത്തിനെ ഉന്നതിയിലെത്തിക്കുക. അങ്ങനെ അവരതൊന്നും നിർത്തി. പിന്നെയാണല്ലോ 11ാം കടമയായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ കൂട്ടിച്ചേർക്കുന്നത് 86ാം ഭേദഗതിയിലൂടെ. അപ്പോൾ 10ാം കടമയായിട്ട് എന്താ കൂട്ടിച്ചേർത്തേ? എല്ലാ മേഖലയിലും മികവ് കാട്ടുക. അതാണ് 10ാമത്തെ കടമ പറയുന്നത്. 11ാം കടമയോ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ആരുടെ കടമയാണ്? രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. 51A ക്ലോസ് A ഭരണഘടനയെ അനുസരിക്കുക, രാഷ്ട്രത്തിന്റെ ആദർശങ്ങൾ, പതാക, ദേശീയ ഗാനം, ഇതിനൊക്കെ ആദരിക്കുക. പിന്നെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹത്തായ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുക? പിന്തുടരുക. പിന്നെ C പറയുന്നത് പരമാധികാരം, ഐക്യം, അഖണ്ഡത സംരക്ഷിക്കുക, 3ാമത്തെ കടമ അല്ലെ? പിന്നെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, രാജ്യസേവനം ചെയ്യുക, D ഫോർ ഡെഡിക്കേഷൻ. E വൈവിധ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ സ്ത്രീകളുടെയും പിന്നെ അവിടെ എന്ത് വേണം? കുട്ടികളുടെ, നോട്ടിൽ എഴുതുമ്പോൾ ഈ കുട്ടികളുടെയും കൂടെ വേണേ. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. നമ്മുടെ സംസ്കാരത്തിന്റെ F എന്താ പറയുന്നത്? കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ? G എന്തായിരുന്നു ഞാൻ പറഞ്ഞു തന്നത്? G ഫോർ ഗ്രീൻ അല്ലെ? വനം, വന്യജീവി, പരിസ്ഥിതി, തടാകങ്ങൾ, നദികൾ, പ്രകൃതി, ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. H പറയുന്നത് ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, മാനവികത, ഇതൊക്കെ വളർത്തിയെടുക്കുക. I പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുക, ആക്രമണം ഉപേക്ഷിക്കുക. J ഞാൻ പറഞ്ഞു എല്ലാ മേഖലയിലും മികവ് കാട്ടി രാജ്യത്തിന് എന്ത് ചെയ്യുക? ഉന്നതിയിൽ എത്തിക്കുക. K പറയുന്നത് 6നും 14നും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ആരുടെയാ? മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗാർഡിയൻസോ. അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കണം. അത് അവരുടെ കടമയാണ്. ക്ലിയർ അല്ലേ? ഇത്രയാണ് മൗലിക കടമകളിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. പക്ഷേ ഈ കടമകൾ 11 അത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ അത്യാവശ്യം കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? നോക്കാം. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 42ാം ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. ശരിയാണല്ലേ? 42ാം ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലുള്ളതാണ്. ശരിയാണ്. കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. 11 മൗലിക കടമകൾ ഉണ്ട്. ശരിയാണ്. നിലവിൽ ആദ്യമൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓക്കെയാണ്. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ശരിയാണ്. അപ്പൊ ഇതിൽ ആൻസർ വരുന്ന ഏതാണ്? എല്ലാം ശരിയാണ് അല്ലെ? ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഇനി എങ്ങാനും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ നോക്കുക. അതൊന്ന് മാറ്റി എഴുതി വെച്ചിട്ട് ഞാൻ ആൻസർ എഴുതുന്ന സമയത്ത് അതൊന്ന് ശരിയാണോ എന്ന് നോക്കുക. നമസ്കാരം. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് യതിലിംഗം എന്ന ഒരു വൊക്കാബുലറി ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. മുൻ ക്ലാസ്സിൽ ഇതിന്റെ വ്യാകരണ ഭാഗമായ ലിംഗവചനം എന്നൊരു ഭാഗം വളരെ നന്നായി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ് നന്നായത്, ആ ഒരു ഭാഗം നന്നായി പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാണ് അതിന്റെ ഈ വൊക്കാബുലറി ഭാഗത്തേക്ക് നമ്മൾ വരേണ്ടത്. യതിലിംഗം കേരള PSC എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ എക്സാമുകളും മുറതെറ്റിക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന്. അങ്ങനെ വിശേഷിപ്പിക്കാൻ നമുക്ക് യതിലിംഗത്തെ. പഠിച്ചു വെച്ചാൽ 1 മാർക്ക് ഉറപ്പുള്ള ടോപ്പിക്ക്.
ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് PSC ചോദ്യങ്ങൾ ചോദിക്കുക? കേരള PSCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച 2 ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? അതായത് PSC ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു വാക്ക് തരും. ആ വാക്ക് തന്നതിന് ശേഷം അതിന്റെ എതിർലിംഗം ചോദിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ലേഖകൻ എന്ന വാക്കിനെ എടുക്കുക. ലേഖകൻ എന്ന വാക്കിന് ഒട്ടനേകം എതിർലിംഗ പദങ്ങൾ നമ്മൾ നൽകാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശരിയായ പദം ഏതാണ്? ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം ലേഖക ഇവിടെയുണ്ട്, ലേഖികയുണ്ട്, ലേഖകിയുണ്ട്, ലേഖകിയുണ്ട്. ഒരു സംശയവും വേണ്ട, നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ലേഖകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് ലേഖിക എന്നുള്ളത്. എങ്ങനെ? ലേഖകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് ലേഖിക എന്ന പദം. അങ്ങനെയെങ്കിൽ കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താ? ഈ പറഞ്ഞതുപോലെ എത്രയോ തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യം. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? ഓപ്ഷൻ എയിൽ കവിയത്രിയുണ്ട്, ഓപ്ഷൻ ബിയിൽ കവയത്രിയുണ്ട്, ഓപ്ഷൻ സിയിൽ കവയിത്രിയുണ്ട്, ഓപ്ഷൻ ഡിയിൽ കവിയിത്രിയുണ്ട്. ഇവിടെയും ഓർത്തു വെക്കുക, ഇവിടെയും ശരിയായ പദം ഇതാണ്, കവയിത്രി. അപ്പൊ ഇത്തരത്തിലാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നത്. ഈ അടുത്ത കാലത്തായി റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു പദം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് പ്രഭു എന്ന പദമാണ്. പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് പ്രഭി എന്ന പദം. പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? പ്രഭി എന്ന പദമാണ്. ഇനി അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നേതാവ് എന്ന പദം. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നേത്രി എന്നുള്ളത്. ഏതാണ്? നേതാവ്, നേത്രി എന്ന് പഠിക്കുക. നേതാവ്, നേത്രി, നേതാവ്, നേത്രി. അതേപോലെ തന്നെ യോദ്ധാവ് എന്ന പദം പഠിക്കുക. കാരണം കഴിഞ്ഞ നേതാവ്, നേത്രി. കാരണം കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ആയിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് യോദ്ധാവ് എന്ന പദം ചോദിച്ചിട്ടുണ്ടായിരുന്നു. യോദ്ധാവ്, യോദ്ധാവിന്റെ സ്ത്രീലിംഗമാണ് യോദ്ധ്രി എന്നുള്ളത്. യോദ്ധ്രി. അപ്പൊ ഇത്തരത്തിൽ ഒരു നാമപദം തരികയും അതിന്റെ എതിർലിംഗ പദം കണ്ടെത്തുക എന്നുള്ള രീതി PSC ഏറെക്കാലം കൊണ്ടേ ചോദിക്കുന്ന ഒന്നാണ്. അവിടെ കുറച്ച് വാക്കുകളും അതിന്റെ എതിർലിംഗ പദങ്ങളും ഞാൻ തരുന്നു. അതിൽ ആദ്യത്തേത് കവി എന്ന പദം തന്നെയാണ്. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചിരുന്നു. കവി എന്ന പദത്തിന് കവയിത്രി എന്നാണ് ഇതിന്റെ സ്ത്രീലിംഗം. കവി, കവയിത്രി, കവി, കവയിത്രി, കവി, കവയിത്രി. സെറ്റ് അല്ലേ? ഇനി നോക്കിയേ, കർത്താവ് എന്ന പദത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ത്രീലിംഗ പദം വരുന്നത് കർത്തൃ എന്നതാണ്. കർത്താവ്, കർത്തൃ. ഓർക്കുക, മെജോറിറ്റി പുല്ലിംഗ പദങ്ങളും താങ്ങിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ എതിർലിംഗം ത്രീ ആയിരിക്കും. അതിങ്ങനെ പഠിക്കാം, താവ്, ത്രീ എന്ന് പഠിക്കുക. ഓക്കെ അല്ലെ? അപ്പോ പുല്ലിംഗ പദം താവിൽ അവസാനിച്ചാൽ സ്ത്രീലിംഗ പദങ്ങൾ മെജോറിറ്റിയും ത്രീയിലേക്ക് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജനകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്നാണ്. ജനകൻ. ജനകൻ എന്ന വാക്കിന് ജന്മം നൽകുന്നവൻ എന്നാണ് അർത്ഥം, അല്ലെ? ജന്മം നൽകുന്നവൻ. അപ്പോൾ അവിടെ ജാനകി എന്ന പദം എഴുതാനാണ് പലർക്കും ചിന്ത, പലർക്കും ധാരണ. എഴുതരുത്, തെറ്റ. ജനകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ജനനി എന്നതാണ്. ഒന്നുകൂടെ, ജനകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ഏതാ? ജനനി. എങ്കിലോർക്കുക, അച്ഛൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം അമ്മയാണ്. തൊട്ടുമേളിൽ പറഞ്ഞതുപോലെ ജനകന്റെ അർത്ഥവും അച്ഛനാണ്, ജനനി അമ്മയാണ്. അതേപോലെ അച്ഛൻ, അമ്മ എന്നീ പദങ്ങളോട് തന്നിട്ടുണ്ട്. ഇനി രോഗി എന്ന പദത്തിന് രോഗിണി എന്നതാണ് സ്ത്രീലിംഗം. രോഗി, രോഗിണി, രോഗി, രോഗിണി. എങ്കിൽ രാഗി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം രാഗിണിയാണ് എന്ന് ഓർത്തു വയ്ക്കുക. രാഗി, രാഗിണി, രോഗി, രോഗിണി. എങ്കിൽ ബ്രാഹ്മണൻ എന്ന പദം എടുക്കുക. ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന പദത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണന്റെ സ്ത്രീലിംഗം അത് ബ്രാഹ്മണിയാണ്. ബ്രാഹ്മിണി. ക്ഷമിക്കുക, അവിടെ നമുക്ക് ബ്രാഹ്മിണി എന്ന് പഠിക്കുക കേട്ടോ. ബ്രാഹ്മിണി. അവിടെ ഒരു പ്രത്യേകം കൂടെ വേണ്ടത് ടൈപ്പിൽ ഒന്നൊരു മിസ്റ്റേക്ക് ആണ്, നോക്കണ്ട. ബ്രാഹ്മണൻ, ബ്രാഹ്മിണി എന്ന് പഠിക്കുക. ബ്രാഹ്മണൻ, ബ്രാഹ്മിണി. എന്നാൽ നമ്പൂതിരിയാണ് പുല്ലിംഗ പദമെങ്കിൽ സ്ത്രീലിംഗമായി വരുന്നത് അന്തർജനമാണ്. നമ്പൂതിരി സ്ത്രീലിംഗം എന്താണ്? അന്തർജനം. നമ്പൂതിരി സ്ത്രീലിംഗം എന്താണ്? അന്തർജനം എന്ന് പഠിക്കുക. കവി, കവയിത്രി, കർത്താവ്, കർത്തൃ, ജനകൻ, ജനനി, അച്ഛൻ, അമ്മ, രോഗി, രോഗിണി, ബ്രാഹ്മണൻ, ബ്രാഹ്മിണി, നമ്പൂതിരി, അന്തർജനം, രാഗി, രാഗിണി. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു വരണം. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിലറി വെർബ് ആണ്. ഓക്കെ, അപ്പൊ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്
നമ്മുടെ ഒരു ബേസ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണല്ലോ. അപ്പൊ അതിന്റെ ഒരു ബേസ് എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഓക്സിലറി വെർബ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് 24 ഓക്സിലറി വെർബുകൾ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 24 ഓക്സിലറി വെർബ്. അപ്പൊ അത് ആരൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ വില്ല്. വില്ലുണ്ട്, പിന്നെ വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് ഉണ്ട്. ഓക്കെ, വില്ലുണ്ട്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ്. പിന്നെ ഷാല്, ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ്. പിന്നെ ക്യാന്, ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള കുഡ്. ഓക്കെ, പിന്നെ ഏതൊക്കെയുള്ള? മേ ഉണ്ട്, മേയുടെ പാസ്റ്റ് ടെൻസ് മൈറ്റ്. മസ്റ്റ് ഉണ്ട്, നീഡ് ഉണ്ട്, ഡെയർ ഉണ്ട്, ഓട്ട് ടു ഉണ്ട്, യൂസ്ഡ് ടു ഉണ്ട്. ഓക്കെ, അപ്പൊ 13 നമ്മൾ പറഞ്ഞില്ലേ? ഈ 13 നമ്മൾ മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയാ. എന്താ പറയാ? മോഡൽ ഓക്സിലറി വെർബ്. ഓക്കെ, അപ്പോ 24 ഓക്സിലറി വെർബ് ഉണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 13 പേരെ പറയുന്ന പേരാണ് എന്താണ്? മോഡൽ ഓക്സിലറി വെർബ്. അപ്പൊ അതിൽ ആരൊക്കെയാ വരുന്നേ? ഒന്ന് റീകളക്ട് ചെയ്തേ. വില്ലുണ്ട്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് വുഡ്. ഷാല് ഷുഡ്, ക്യാന് കുഡ്, മേ മൈറ്റ്, പിന്നെ മസ്റ്റ്, നീഡ്, ഡെയർ, ഓട്ട് ടു, യൂസ്ഡ് ടു. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരെയാണ് ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ മോഡൽ ഓക്സിലറി വെർബ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം. ഓരോ ക്ലാസ്സിന് ശേഷവും അതിന്റെ PDF നോട്ട്സ് ഒക്കെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ ആരും നോട്ട്സ് എഴുതി എടുക്കണ്ട. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു 24 ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി 14ാമത്തെ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു ആണ്. ഡു ഉണ്ട്, പിന്നെ ഡസ്, ഡിഡ്, ആം, എസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കേണ്ട. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളും കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് പേര് നോക്കാം. ഡു, ഡസ്, ഡിഡ്, ആം, എസ്, ആർ, വാസ്, വേർ അല്ലെ. എസ്, ആർ, വാസ്, വേർ ഒക്കെ അറിയായിരിക്കുമല്ലോ. പിന്നെ ഹാസ്, ഹാവ്, ഹാഡ്. പിന്നെ ആരുണ്ട്? ഡു ഉണ്ട്. ഡൂവിന്റെ കൂടെ ഒരു എസും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഡസ് ഉണ്ട്. ഈ ഡൂവിന്റെയും ഡസിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡിഡും ഉണ്ട്, പിന്നെ ആമും ഉണ്ട്. അപ്പൊ ഈ 14 തൊട്ട് 24 വരെ നമ്മൾ പറഞ്ഞില്ലേ, അതിന് പറയുന്ന പേരാണ് ഏതാ? പ്രൈമറി ഓക്സിലറി. ഏതൊക്കെയാണ്? പ്രൈമറി ഓക്സിലറി കേട്ടോ. അപ്പൊ ഇത് ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറി എന്നുള്ളതൊക്കെ അറിഞ്ഞു വെച്ചേക്കണം. മോഡൽ ഓക്സിലറി നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. മൊത്തം ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് 24 പേരുണ്ടെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോ ഇനി റീസെന്റ് ആയിട്ട് നമ്മുടെ LDC കോഴിക്കോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഈ ആൻസർ വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇനി കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോ ശ്രദ്ധിച്ചോണേ. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് V1, V2, V3 എന്നൊക്കെ പറയും. അപ്പൊ എന്താ V1, എന്താ V2, എന്താ V3 എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോ V1 എന്ന് പറഞ്ഞാല് ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ്. എന്താണ് V1? ബേസ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ ഞാൻ പറയാണ് ഡാൻസ്. ഡാൻസ് എന്ന് പറയുന്നത് V1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ സിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് V1 ആണ്. പ്രസന്റിൽ പറയുന്ന ആൾക്കാർ കേട്ടോ. അല്ലെങ്കിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ V1 ആണ്. അപ്പൊ ഇതിനൊക്കെ എന്താ മനസ്സിലായേ? നമ്മളിവിടെ എസ് ചേർത്തിട്ടുണ്ടോ? ഡാൻസസ് എന്നൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലെ. അതായത് എസ് ചേർക്കാത്ത പ്രസന്റിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? V1 ഫോം എന്ന് പറയാം. അതിനെ വേറൊരു പേരും കൂടെ പറയും, ബേസ് ഫോം എന്ന് പറയും. എന്താ പറയാ? ബേസ് ഫോം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. ഗിവ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, സിംഗ് ഉണ്ട്, ഈറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. പ്രസന്റിലായിരിക്കണം, പക്ഷെ എസ് ഒന്നും ചേർക്കാൻ പാടില്ല. നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിളുകളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ V1 അല്ലെങ്കിൽ ബേസ് ഫോം. അപ്പൊ ഇനി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ബേസ് ഫോം അല്ലെങ്കിൽ V1 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. V2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാസ്റ്റ് ഫോം. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗിവ് എന്ന് പറഞ്ഞു അല്ലെ. ഗിവ് എന്ന് പറയുന്നത് V1 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ തന്നെ പാസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഗേവ് അല്ലേ. അതാണ് V2 ഫോം. നമുക്ക് വേറെ കുറച്ച് V2 ഫോമുകൾ നോക്കാം. സിംഗിന്റെ പാസ്റ്റ് ടെൻസ് സാങ് അല്ലെ. അല്ലെങ്കിൽ ഡാൻസിന്റെ പാസ്റ്റ് ടെൻസ് ഡാൻസ്ഡ്. ED ചേർക്കുന്ന പരിപാടി. ഈറ്റ് ആണെങ്കിൽ എയ്റ്റ് ആണ് കേട്ടോ V2 ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ V2 ഫോമിൽ വരുന്നത്. കിട്ടിയല്ലോ. ഇനിയുള്ള മൂന്നാമത്തെ ആളാണ് V3 ഫോം. ഈ V3 ഫോം എന്ന് പറഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ പാർട്ടിസിപ്പിൾ എന്ന് മാത്രം പഠിച്ചു വെച്ചേക്കരുത്, അതിന്റെ ഫുൾ നെയിം അറിഞ്ഞു വെച്ചേക്കണം.
എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കാരണം നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമല്ല ഉള്ളത്, നമുക്ക് എന്തുണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞുള്ള ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ V3 എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി എന്താ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഗിവ്, നമുക്കറിയാം V1 ആണെന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ, ഗേവ് ആണ്. ഗേവ് എന്ന് പറഞ്ഞാല് V2 ആണെന്നും പറഞ്ഞു. ഇനി അതിന്റെ തന്നെ മൂന്നാമത്തെ ഫോം ഉണ്ട്, അതാണ് ഗിവൺ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ V3 ഫോം. മനസ്സിലായോ? അപ്പൊ ഓരോന്നിന്റെയും V1ഉം V2ഉം V3യും നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ കുറിച്ചുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തൊക്കെയാ, V3 എന്ന് പറഞ്ഞാല് വെർബിന്റെ മൂന്നാമത്തെ ഫോം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈറ്റ് ആണെന്ന് വിചാരിച്ചോ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ അല്ലെ. ഈറ്റൺ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ V3 ഫോം. എയ്റ്റ് V2 ഫോം, ഈറ്റ് എന്ന് പറഞ്ഞാല് V1 ഫോം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ സിംഗ് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഞാൻ ഒന്ന് മാറ്റിയാണ്. സിംഗ്, സിംഗ്, സാങ്, സങ്. ഈ സങ് എന്ന് പറയുന്നതാണ് V3 ഫോം. അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ടല്ലോ, എന്താ പറയാ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അപ്പൊ ഇനി V1 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, പ്രസന്റ് ആണ്, അതിന്റെ കൂടെ S ഒന്നും ചേർക്കണ്ട. V2 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. V3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ഒരാളെ പരിചയപ്പെടാനുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളത് V1, V2, V3 ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇനി എന്താ V4? V4 ഉണ്ട്, V5 ഉണ്ട്. അപ്പൊ എന്താണ് V4 എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ V4 എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം പരിചയപ്പെട്ടിട്ടുള്ള ഒരാളില്ലേ, നമ്മുടെ V1 എന്ന് പറഞ്ഞിട്ട്, ഗിവ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അതിന്റെ കൂടെ ഒരു എസും കൂടെ ചേർത്താൽ മതി. അതാണ് നമ്മുടെ V4. മനസ്സിലായോ? ഇപ്പൊ വെർബിന്റെ അല്ലെങ്കിൽ ഫോർത്ത് എന്താ പറയാ, ഒരു എസും കൂടെ ചേർക്കുക. അപ്പൊ ഗിവ്സ് ആണ് വരിക അല്ലെ, ഗിവ്സ് ആണ്. അതേപോലെ തന്നെ സിങ്സ്, ഓക്കെ, അല്ലെങ്കിൽ ഡാൻസസ്. ടെക്നിക്ക് പിടി കിട്ടിയോ? ഒരു എസ് ചേർക്കുന്ന പരിപാടി, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ V4. ഇനി V5ഉം കൂടി ഉണ്ട്. V5ന്റെ പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ. നോട്ട്സ് ഒക്കെ തരാട്ടോ, ആരും എഴുതി എടുക്കണ്ട. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫുൾ നെയിം പഠിക്കണം എന്ന് പറഞ്ഞു അല്ലെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതേപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. ഇനി എന്താ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാല് വെർബിന്റെ കൂടെ നമ്മൾ ING കൂട്ടിയിട്ട് പറയാം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് അല്ലെ. ഇപ്പൊ ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ്, പിന്നെ സിംഗ് ആണെങ്കിൽ സിംഗിങ്, റൺ ആണെങ്കിൽ റണ്ണിങ്, അങ്ങനെ പറയുന്നത് തന്നെയാണ് നമ്മൾ V5 എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം, V2 എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, V2 ഫോം ഇല്ല പാസ്റ്റ് ടെൻസ്. അപ്പൊ ഗിവ് ആണെങ്കിൽ ഗേവ്. V3 ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ മൂന്നാമത്തെ ഫോം ഗിവൺ. V4 ആണെങ്കിലോ എസ് ചേർക്കുന്ന പരിപാടി അല്ലെ, സിങ്സ്, ഡാൻസസ് എന്നൊക്കെ പറയുന്ന പോലെ. ഇനി V5 എന്ന് പറഞ്ഞാൽ എന്താ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് അതിന്റെ പേര്. അതിലെന്താ ചെയ്യണേ, നമ്മൾ ഒരു ING കൂട്ടിയിട്ട് പറയും. ഓക്കെ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് 24 ഓക്സിലറി വെർബ് ഉണ്ട്. അതിലെ ആദ്യത്തെ 13 എന്തായിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്നത് പ്രൈമറി ഓക്സിലറി വെർബ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തിയറി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ, ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. അപ്പൊ ഞാൻ ആൻസർ പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഈച്ച് ക്യാൻ ടേക്ക് ആണ്. ടേക്ക് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. അപ്പൊ എന്തുകൊണ്ടാ ഈ ആൻസർ വന്നേന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ടേക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഫോമാ, V1 ഫോം ആണ് അല്ലെ, ബേസ് ഫോം ആണ്. കാരണം S ഒന്നും ഇല്ലാന്ന് അറിയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആരൊക്കെയാണ്, മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു അല്ലെ. ആരൊക്കെയാ മോഡൽ ഓക്സിലറി വെർബിൽ വരുന്നത്? ആരൊക്കെയാ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വില്ലുണ്ട്, വുഡ് ഉണ്ട്, ഷാല്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, ഓട്ട് ടു, യൂസ്ഡ് ടു. ഇതിനൊക്കെയാണ് നമ്മൾ മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയാം. അപ്പൊ ഇതേപോലെയുള്ള മോഡൽ ഓക്സിലറി വെർബ് വന്നു കഴിയുമ്പോൾ അതിനുശേഷം എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ബേസ് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ ക്യാൻ ഇല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പൊ ക്യാൻ ഉണ്ടെങ്കിൽ
എന്ത് ചെയ്യണം? ക്യാൻ മാത്രമല്ല, ക്യാനിന്റെ കൂടെ ഇപ്പൊ വില്ലാണെങ്കിലും വുഡ് ആണെങ്കിലും ഷുഡ് ആണെങ്കിലും ഷാൽ ആണെങ്കിലും ought to ആണെങ്കിലും അങ്ങനെ ആര് വന്നു കഴിഞ്ഞാലും അതിന് ശേഷം നമ്മൾ ബേസ് ഫോം വേണം യൂസ് ചെയ്യാൻ. ബേസ് ഫോം മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള V1 ഫോം വേണം യൂസ് ചെയ്യാൻ. കിട്ടിയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ക്യാൻ ആണെങ്കിലും കുഡ് ആണെങ്കിലും ആര് വരികയാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് കയറ്റി വെച്ചേക്കുക. ഞാൻ റൂൾസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഏത് മോഡൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാലും ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V1 ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. എസ് ഒന്നും ചേർക്കാത്ത ഫോം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് റൂൾസുകൾ പഠിക്കാം. അപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. റൂളുകൾ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ after model auxiliary verb, only base form of the verb should come. മനസ്സിലായോ? മോഡൽ ഓക്സിലറി. ഇനി ഞാൻ മോഡൽ ഓക്സിലറിനെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുക കേട്ടോ. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്താ വരേണ്ട? ബേസ് ഫോം ആണ് വരേണ്ടത്. അപ്പൊ അതൊരു റൂള്. എല്ലാവർക്കും കിട്ടിയല്ലോ? എസ് ഒന്നും ചേർക്കണ്ട, വെറുതെ നമ്മുടെ പ്രസന്റിലുള്ള V1 പറഞ്ഞാൽ മതി. ഇനി അടുത്ത പോയിന്റ് ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഡു അല്ലെങ്കിൽ ഡൂന്റെ കൂടെ എസും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഡസ് ആയി. പിന്നെ ഡിഡ്. ഡിഡ് എന്ന് പറഞ്ഞാൽ ഡൂവിന്റെയും ഡസിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡൂവോ അല്ലെങ്കിൽ ഡസോ അല്ലെങ്കിൽ ഡിഡോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷവും ബേസ് ഫോം തന്നെ യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബേസ് ഫോം, V1 ഫോം. അപ്പൊ ഈ പറഞ്ഞല്ലോ ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡിന് ശേഷം എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം വേണം യൂസ് ചെയ്യാൻ. അപ്പൊ 2 പോയിന്റ് നമ്മൾ പഠിച്ചേ. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ബേസ് ഫോം യൂസ് ചെയ്യണം. ഡു, ഡസ്, ഡിഡിന് ശേഷം ബേസ് ഫോം യൂസ് ചെയ്യണം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് പറയുന്ന പോയിന്റുകളാണ് കേട്ടോ. അല്ലാണ്ട് ഇത് റൂൾ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മൾ സാധാരണ എസ്, ആർ, ആമിന് ശേഷം വെർബിന്റെ കൂടെ ING ഫോം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സാധാരണ എസ്, ആർ, ആമിന് ശേഷം വെർബിന്റെ കൂടെ ING ഫോം ആണ് യൂസ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഡു എന്ന് പറയുന്നത്, അതായത് പ്ലൂരൽ നൗണിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു ആണ്. മനസ്സിലായോ? പ്ലൂരൽ നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുന്ന കേസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അരുൺ ആൻഡ് മിഥുൻ. മനസ്സിലായോ? 2 പേരുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡു വേണം പറയാൻ. ഓക്കെ, അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പൊ അതിന്റെ കൂടെ ഡു വേണം യൂസ് ചെയ്യാൻ. അപ്പൊ പ്ലൂറൽ നൗണിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡു എന്ന് പറഞ്ഞിട്ടുള്ള ആളെ വേണം യൂസ് ചെയ്യാൻ. അതേസമയം സിംഗുലർ നൗൺ ആണെന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ ഒരു ഗേൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരാളുടെ പേര്, ഇപ്പൊ എന്റെ പേരെന്നെ പറയാം, ശ്രുതി. അപ്പൊ ഇങ്ങനെ സിംഗുലർ നൗൺ ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സിംഗുലർ അല്ലേ, ഒറ്റയ്ക്കല്ലേ, അപ്പൊ കൂട്ടിന് ഒരു എസും കൂടി ഇരിക്കട്ടെ അല്ലെ. അപ്പൊ നമ്മൾ ഡസ് യൂസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സിംഗുലർ നൗണിന്റെ കൂടെ ഡസ് യൂസ് ചെയ്യണം, പ്ലൂറൽ നൗണിന്റെ കൂടെ ഡൂവും യൂസ് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ 6ാമത്തെ റൂൾ. ഇത് റൂളൊന്നും അല്ല കേട്ടോ, ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം എന്താ യൂസ് ചെയ്യുക? V3 ഫോം യൂസ് ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞേ, ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം എന്ത് യൂസ് ചെയ്യണം? V3 ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. കിട്ടുന്നുണ്ടോ? അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. എവിടെയൊക്കെ മോഡൽ ഓക്സിലറി വെർബ് വരുന്നു അതിനുശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബേസ് ഫോം യൂസ് ചെയ്യണം, V1 ഫോം യൂസ് ചെയ്യണം. പിന്നെന്താ പഠിച്ചേ? ഡുവോ അല്ലെങ്കിൽ ഡസ്സോ അല്ലെങ്കിൽ ഡിഡിനോ ശേഷം ബേസ് ഫോം യൂസ് ചെയ്യണം, V1 ഫോം യൂസ് ചെയ്യണം. പിന്നെ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആമിന് ശേഷം നമുക്ക് വെർബിന്റെ ഒപ്പം ING ഫോം യൂസ് ചെയ്യാം അല്ലെ. പിന്നെ പ്ലൂറൽ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ഡു. സിംഗുലർ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണ്, സിംഗുലർ ആണ് അപ്പൊ ഒരു എസും കൂടെ ചേർത്ത് കൊടുക്കുക അല്ലെ, ഡസ് എന്ന് പറയുന്നത്. പിന്നെ ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം എന്ത് യൂസ് ചെയ്യണം? V3 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഇത്ര എല്ലാവരും പഠിച്ചോ? ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആൻസർ വരാതിരുന്നത് എന്നുള്ളതിന് നമ്മൾ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് കറക്റ്റ് ആൻസർ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, എന്തുകൊണ്ട് ബാക്കിയുള്ളത് വന്നില്ല എന്നും കൂടി അറിയണം. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഡാഷ് ദി ഗേൾസ് ലൈക്ക് റഗ്ബി. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം? ഡാഷ് ദി ഗേൾസ് ലൈക്ക് റഗ്ബി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം നോക്കുന്ന കാര്യം,
ഈ ക്വസ്റ്റ്യനിൽ ഗേൾസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗേൾസ് എന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരാളല്ല അല്ലെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ പ്ലൂറൽ ആന്ന് മനസ്സിലായി, പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആണെങ്കിൽ ഓക്കെ, അതിന്റെ കൂടെ എനിക്ക് ഡസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഡസ് ഒരു എസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു സിംഗുലറിന്റെ കൂടെയാണ് ഡസ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ സിംഗുലറിന്റെ കൂടെയാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് പറ്റുമോ? ഇല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ വേറ് പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞു എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ഓസ് വേർ, ഈ ആൾക്കാരുടെ കൂടെയൊക്കെയാണ് നമ്മൾ ING വെർബന്റെ കൂടെ ING യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ING ആയിട്ടുള്ള ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല അല്ലെ, അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇവിടെ ING ഒന്നുമില്ല, അതായത് ഇപ്പൊ സിംഗിങ്ങോ റണ്ണിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ആറാണ്. ആറും പറ്റുമോ? ഇല്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂള്. ഇതിനൊക്കെ ശേഷം സാധാരണ ആറിനൊക്കെ ശേഷം സാധാരണ നമ്മൾ വെർബന്റെ കൂടെ ING ഫോം ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആറും പറ്റില്ല. കിട്ടിയോ? ഈ മൂന്നെണ്ണം എന്തുകൊണ്ടാണ് വരാത്തേന്നുള്ള എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഗേൾസ് ആണ് അല്ലെ. ഗേൾസ് പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ഡു എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഡു ദ ഗേൾസ് ലൈക്ക് റഗ്ബി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ? കണ്ടോ, പ്ലൂറൽ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ഡു. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗേൾസ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ആരെ യൂസ് ചെയ്യണം? ഡു വേണം യൂസ് ചെയ്യാൻ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഗേൾസ് അല്ല ഗേൾ ആണെന്ന് വിചാരിച്ചോ. ഗേൾ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡസ് യൂസ് ചെയ്യും അല്ലെ. സിംഗുലർ നൗൺ ആണെങ്കിൽ ഡസ് യൂസ് ചെയ്യും. എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ ഒന്നും കൂടെ നോക്കിയേ നമ്മുടെ റൂളുകള്. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ബേസ് ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡു ഡസ് ഡിഡിന് ശേഷം ബേസ് ഫോമേ യൂസ് ചെയ്യണം. എസ് ആറ് ആം അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വാസ് വേർ, അതിനൊക്കെ ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വെർബന്റെ ഒപ്പം ING ഫോം യൂസ് ചെയ്യണം. പ്ലൂറൽ നൗണിന്റെ കൂടെ ഡു യൂസ് ചെയ്യും. സിംഗുലർ നൗണിന്റെ കൂടെ ഡസ് യൂസ് ചെയ്യും. ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം യൂസ് ചെയ്യും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം എന്നില്ല, പക്ഷെ പല കേസുകളിലും നമുക്കിപ്പോ എറർ കണ്ടുപിടിക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരില്ല, അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ദേ ഗോ ടു ഓസ്ട്രേലിയ ലാസ്റ്റ് മന്ത്, എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ലാസ്റ്റ് മന്ത് കൊടുത്തിട്ടുണ്ട്, അപ്പൊ കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞ കാര്യമാണ് അല്ലെ. കഴിഞ്ഞ കാര്യം പറയാനായിട്ട് നമ്മൾ സാധാരണ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ് അല്ലെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ടെൻസ് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഡൂവും ഡസ് എന്നൊക്കെ പറയുന്നത് പ്രസന്റിലുള്ള ആൾക്കാരാണ്, പ്രസന്റ് ആണ്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയുന്ന ആളാണ് ഡിഡ്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ എങ്ങനെ എത്താൻ പറ്റും നമുക്ക് നോക്കാം അല്ലെ. എന്തുകൊണ്ട് ഹാവ് വരാതിരുന്നേ? നമ്മൾ പഠിച്ചു ഹാവിന് ശേഷം നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യുക? V3 ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. ഈ V3 ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിങ്, സാങ്, സങ് അല്ലെ. സങ് ആണ് നമ്മുടെ V3 ഫോം. അപ്പൊ അങ്ങനെയാണ് സാധാരണ വരാറ്. ഇനി ഇവിടെ ഡു വരുമോ? ഇല്ല, കാരണം എന്താ? നമ്മളിവിടെ ലാസ്റ്റ് മന്ത് കൊടുത്തിട്ടുണ്ട്, പാസ്റ്റ് ടെൻസ് ആണ്, അപ്പൊ ഡു വരാൻ പറ്റില്ല അല്ലെ. പിന്നെ ഹാസ് വരുമോ? ഹാസ് എന്തായാലും വരില്ല, കാരണം ഇവിടെ ദേ ആണ്. ദേ എന്ന് പറഞ്ഞാല് പ്ലൂരൽ ആണ്. മനസ്സിലായോ? ദേ എന്ന് പറഞ്ഞാല് പ്ലൂരൽ ആണ്. ഈ ഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ നമ്മൾ സിംഗുലറിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. സിംഗുലർ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഹാസ്. ഹാസിനകത്ത് കണ്ട ഒരു എസ് ഉണ്ടല്ലോ, അപ്പൊ അത് സിംഗുലർ, അങ്ങനെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. സിംഗുലർ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ഹാസ്. അപ്പൊ ഇവിടെ ഹാസ് പറ്റുമോ? അതും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്തായിട്ട് വന്നേ? ഡിഡ് ആയിട്ട് വന്നത്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഡിഡ് അല്ലേ, ഡിഡ് ദേ ഗോ ടു ഓസ്ട്രേലിയ ലാസ്റ്റ് മന്ത്. ഈ ഡു ഡസ് ഡിഡിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? ബേസ് ഫോം ആണ് വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചോ? ഡിഡ് ഇവിടെ വന്നതിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? ഡിഡ് വെന്റ് എന്നാണോ? അല്ല അല്ലെ, ഡിഡ് ഗോ എന്ന് വേണം പറയാൻ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഡു ഡസ് ഡിഡിന് ശേഷം എന്ത് വരണം? ബേസ് ഫോം വരണം, V1 ഫോം വരണം. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദിവ്യ ഡാഷ് ചൈനീസ് ഫുഡ് ബട്ട് ടോം ഡാഷ്, എന്തായിരിക്കും ആൻസർ? നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് അല്ലെ, രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അപ്പൊ ആദ്യം തന്നെ ദിവ്യയാണ്. ദിവ്യ സിംഗുലർ ആണ് അല്ലെ. സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഹാവ് പറ്റില്ല, കാരണം പ്ലൂരലിന്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക.
സിംഗുലറിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാസ് ആണ് യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ എന്തായാലും ഹാവ് ഉള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇതും പറ്റില്ല, അതേപോലെ തന്നെ ഇതും പറ്റില്ല. അപ്പൊ ഹാസ് ഉള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? V3 ഫോം ആണ് യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ ഹാസിന് ശേഷം V3 ഫോം യൂസ് ചെയ്യണം. അതായത് ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ V3 ഫോം യൂസ് ചെയ്യണം. അല്ലാതെ V2 യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ഹാസ് 8 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ശരിയാവോ? ഇല്ല, ദാറ്റ് ഇസ് റോങ് അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ടാ വരണേ? ദിവ്യ ഹാസൻഡ് ഈറ്റൻ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി, ഇതാണ് വരിക, ഹാസൻഡ് ഈറ്റൻ ചൈനീസ് ഫുഡ്. ടോമും സിംഗുലർ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഹാസൻഡ്. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് വരിക. എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഡു ശേഷം എന്റെ കൂടെ പറ, ഡു ഡസ് ഡിഡിന് ശേഷം ബേസ് ഫോം യൂസ് ചെയ്യണം. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ബേസ് ഫോം യൂസ് ചെയ്യണം. ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം യൂസ് ചെയ്യണം. ഓക്കെ, എസ്, ആറ്, ആം, വാസ്, വേറിന് ശേഷം നമ്മൾ സാധാരണ ING ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനു ആൻഡ് അന്ന ആർ ഡാഷ് only salads because vegetarians don't dash meat. അപ്പോ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വേർഡ് ഉണ്ട്, ആർ ഉണ്ട് അല്ലെ? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ വാസ്, വേറ് അല്ലെ? ഇതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യുക? ING ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. ശരിയാണല്ലോ? ഓക്കെ, ING ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നാലാമത്തെ ഓപ്ഷനും കൂടെ ഞാനൊന്ന് എഴുതാം കേട്ടോ, ഒരു സെക്കൻഡ്. നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് ഈറ്റും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ആറ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി വെർബിന്റെ ഒപ്പം ING ഫോം ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ING ഫോമുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ഇവിടെ ഈറ്റിംഗ് ഉണ്ട്, ഇവിടെയും ഈറ്റിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എനെയും ഓപ്ഷൻ സിനെയും എടുത്ത് മാറ്റാം. ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ബിക്കോസ് വെജിറ്റേറിയൻസ് ഡോണ്ട് ഡാഷ് മീറ്റ്. അപ്പൊ ഇവിടെ ഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡു നോട്ടിനെയാണ് നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് ഡോണ്ട് എന്ന് എഴുതുക. മനസ്സിലായോ? അതായത് ഡു ഉണ്ട് ഇതിനകത്ത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡു ഡസ് ഡിഡിന് ശേഷം എന്ത് വരണം? ബേസ് ഫോം വരണം. ബേസ് ഫോം എന്ന് പറഞ്ഞാല് എസ് ഒന്നും ചേർക്കാൻ പാടില്ല, ING ഒന്നും ചേർക്കാൻ പാടില്ല, ED ഒന്നും ചേർക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് അല്ലേ? അനു ആൻഡ് അന്ന ആർ ഈറ്റിംഗ് ഓൺലി സാലഡ്സ് ബിക്കോസ് വെജിറ്റേറിയൻസ് ഡോണ്ട് ഈറ്റ് മീറ്റ് ആണ്. അപ്പൊ ഡസ് അല്ലെങ്കിൽ ഡിഡിന് ശേഷം ബേസ് ഫോം, എസ് ഒന്നും ചേർക്കാത്ത ഫോം. ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം അല്ലെ? മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ബേസ് ഫോം.